സൂപ്പർ താര പദവിയിലിരിക്കുന്ന പൃഥ്വിരാജ് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ആരാധകർക്ക് പ്രിയപ്പെട്ടയാളാണ്. വ്യക്തിത്വമുള്ള സംസാരവും കാഴ്ചപ്പാടുമാണ് പൃഥ്വിരാജിനെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. എന്നാൽ ഇന്ന് പൃഥ്വിരാജ് വല്ലാതെ ഡിപ്ലോമാറ്റിക് ആണെന്ന അഭിപ്രായം ജനങ്ങൾക്കുമുണ്ട്. മറ്റ് സൂപ്പർ താരങ്ങളെ പൃഥ്വി ആവശ്യത്തിലധികം പുകഴ്ത്തുന്നത് പോലെ തോന്നിയെന്ന അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലിനെയും. അടുത്ത കാലത്ത് പൃഥ്വി നൽകിയ മിക്ക അഭിമുഖങ്ങളിലും ഇവരെ പരാമർശിക്കുന്നുണ്ട്. ഇവർ ചർച്ചയാക്കേണ്ട സന്ദർഭമല്ലെങ്കിൽ പോലും പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പേര് വലിച്ചിടും. കേട്ട് കേട്ട് ഇപ്പോൾ പൃഥ്വി പറയുന്നത് വെറും ഭംഗിവാക്കുകളാണെന്ന് തോന്നുന്നുവെന്നും വലിയ പ്രസക്തി കൊടുക്കണ്ടല്ലെന്നും എല്ലാവരും അഭിപ്രായമുണ്ട്. ആപത്ത് കാലത്ത് സഹായിച്ച മറ്റൊരു താരവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ പൃഥ്വിരാജ് തയ്യാറാകുന്നില്ലെന്നാണ് നടന്റെ പുതിയ അഭിമുഖത്തിന് താഴെ വന്നിരുന്ന കമന്റ്. കോവിഡ് സമയത്ത് ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ജോർദാനിലായിരുന്നു. പൃഥ്വിരാജും സിനിമയുടെ അണിയറ പ്രവർത്തകരും. അന്ന് സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഇവർ നാട്ടിലേക്ക് എത്തുന്നതിൽ വലിയ ഘടകമായി. എന്നാൽ ഇതേക്കുറിച്ച് പൃഥ്വിരാജ് ഒരിക്കൽ പോലും സംസാരിച്ചില്ല. പകരം ആ സമയത്ത് മോഹൻലാൽ ഫോൺ ചെയ്തതിനെക്കുറിച്ച് വാചാലനായി. ഇതിനോടൊപ്പം ബ്രോഡാഡി എന്ന സിനിമയിൽ മീനയുടെ മകനായി പൃഥ്വിരാജ് അഭിനയിച്ചതും പരാമർശിക്കുന്നുണ്ട്. 6 വയസ്സ് മാത്രം വ്യത്യാസമുള്ള ഇവർ തമ്മിൽ പണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ചെറുപ്പക്കാരികളായ നടിമാരുടെ നായകന്മാരെ അഭിനയിക്കുന്നതിനെ നിശിതമായി വിമർശിച്ച ആളാണ് പൃഥ്വിരാജ്. ഇതേ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ബ്രോഡാഡി. ആകെ മൊത്തം പൃഥ്വിയുടെ അഭിപ്രായങ്ങളിൽ പല വൈരുദ്ധ്യം തോന്നുന്നുണ്ടെന്ന് വിമർശനം. അതേസമയം സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളെ കാര്യമായി എടുക്കുന്ന നടനല്ല പൃഥ്വിരാജ്. സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആൾക്കൂട്ടമായി നമുക്ക് സംസാരിക്കാനല്ല, ഒരു വ്യക്തിയോ ശ്രദ്ധിക്കുന്ന തയ്യാറാക്കുന്ന ഒരു സംഘത്തോട് സംസാരിക്കാം. ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. സോഷ്യൽ മീഡിയ ആയുധപ്പെടുത്താറുണ്ട്. പറയുന്ന കാര്യങ്ങൾ അവരുടെ താല്പര്യങ്ങളായി വ്യാഖ്യാനപ്പെടുത്താം. നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യമായിരിക്കാം അത്. ഒരിക്കലും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്കാകില്ല എന്ന് അദ്ദേഹം പറയുന്നു.